പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിന് പണം നൽകിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണവുമായി പാലക്കാട് സൗത്ത് പോലീസ് പരാതിക്കാരുടെയും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവരുടെയും മൊഴി രേഖപ്പെടുത്തി. ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. നിശബ്ദ പ്രചാരണ ദിവസം മറ്റ് വീടുകളിലും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പണം നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, അപ്പോൾ ഈ വോട്ടിനെണ്ണോട്ടുമായി ബന്ധപ്പെട്ടൊരു സമഗ്ര അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ഇനി വരുന്ന ഘട്ടങ്ങളിൽ അന്വേഷണ സംഘം ശേഖരിക്കുക? വേണ്ടി പണം നൽകിയ സംഭവത്തിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഉള്ള അന്വേഷണം. അത് പാലക്കാട് RDO ആണ്, പാലക്കാട് മണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ. ഈ RDOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് കൂടാതെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. നിലവിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി ആ ദൃശ്യങ്ങൾ മുഴുവനായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കാരണം ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് ഈ ശോഭാ സുരേന്ദ്രൻ സമ്മതിക്കുകയും പിറ്റേ ദിവസം അത് AI ആണോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കും. ഇത് കൂടാതെ ഈ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. ഇത് കണ്ണാടി പഞ്ചായത്തിൽ വളരെ ഉള്ളിലുള്ള ഒരു പ്രദേശമാണ്. CCTVയുടെ എണ്ണം വളരെ കുറവാണ്. എങ്കിൽ കൂടി ലഭ്യമാകുന്ന CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് വീടുകളിലും ഈ പണം നൽകിയ അതിന് ഒരു 5 വീട് അപ്പുറത്ത് ഒരു മരണ വീട്ടിൽ 10,000 രൂപ കൊടുത്തു എന്നൊരു വിവരമുണ്ട്. ഇത്തരം ഈ കാര്യങ്ങൾ കൂടി ശേഖരിച്ചായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ശരി സാജിദ്, അപ്പോൾ മറ്റിടങ്ങളിലും പണം നൽകിയിട്ടുണ്ടോ? ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പം പണം സ്വീകരിച്ച ആളുകളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ആളുകളുടെ അങ്ങനെ സമഗ്രമായൊരു മൊഴി എടുത്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ